മാം, എൻ്റെ ബ്രദറിന് കഴിഞ്ഞ ചുറ്റും അരിമ്പാറ. ഞങ്ങൾ കുറേ ഹോം റെമഡീസ് ചെയ്ത് നോക്കി, അതിനൊന്നും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ മാം? സിസ്റ്ററെ, ആക്ച്വലി കഴുത്തിൽ വരുന്നത് അരിമ്പാറ മാത്രമല്ല, അതായത് വാർട്ട് മാത്രമല്ല, പാലുണ്ണി സ്കിൻ ടാഗ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അരിമ്പാറ എന്ന് പറയുമ്പോൾ വാർട്ടാണ്. ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അത് സ്പ്രെഡ് ആവുന്നതാണ്. അരിമ്പാറയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. ഇപ്പോൾ അത് പാലുണ്ണിയാണ്, സ്കിൻ ടാഗ് ആണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കാണ് കൂടുതൽ വരുന്നത്. അതായത് അമിതവണ്ണം ഉള്ളവർക്ക്, ഡയബറ്റിക് ടെൻഡൻസി ഉള്ളവർക്ക്, കൊളസ്ട്രോൾ അധികമായിട്ടുള്ളവർക്ക്, പിന്നെ പ്രഷർ ഏരിയസിൽ, കഴുത്തിൽ മാത്രമല്ല കഷങ്ങളിലും ഇടുക്ക് ഭാഗങ്ങളിലൊക്കെ വരാം. ഇതിന് നമ്മൾ സാധാരണ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ കറണ്ട് വെച്ച് ഇതിനെ കരിച്ചു കളയുക ചെയ്യണം, കോട്ടറൈസേഷൻ പറയും. പിന്നെ അതായത് ലേസർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം സ്കിൻ ടാഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു എമർജൻസി ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അല്ല, പക്ഷെ നമുക്കൊരു കോസ്മെറ്റിക് കൺസേൺ ആണ്. നമുക്ക് കാണാൻ അഭംഗിയുള്ള ഭാഗങ്ങളിൽ നമുക്കത് എടുത്തു കളയേണ്ടതാണ്. അപ്പം സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുന്നത് നാച്ചുറലി പോകാൻ വേണ്ടിയിട്ട് നൂലിട്ട് കെട്ടുക, മുടിയിട്ട് കെട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഒ പിയിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രശ്നം പറ്റുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അവിടെ അണുബാധ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലർ ഈ ചെടികളുടെ കറ ഉപയോഗിച്ച് അതിനെ കരിച്ച് കളയാൻ വേണ്ടി നോക്കും. അപ്പൊ അത് ഇറിറ്റന്റ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതൊരു പൊള്ളലേറ്റിട്ട് അങ്ങനെ ഒരു കണ്ടീഷനോട്ട് പോകും. അതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പൊ ബ്രദറിനോട് പറയുക, അടുത്തുള്ള സ്കിൻ ഡോക്ടറിനെ കാണിച്ചിട്ട് ഇത് സ്കിൻ ടാഗ് ആണോ അതോ വാർട്ടാണോ എന്ന് ഡോക്ടറെ കാണിച്ച് ഡയഗ്നോസ് ചെയ്ത ശേഷം ട്രീറ്റ്മെന്റ് എടുക്കാം. ഓക്കെ ഓക്കെ മാം.